താങ്കളുടെ വണ്ടിയുടെ സർവീസ് അടുത്ത മാസമല്ലേ ചെയ്യേണ്ടത്? താങ്കൾ എന്തിനാ ഇപ്പോഴേ ഡസ്റ്റ് നേരെയാക്കാൻ പോയത്? അബ്ദുൾ, വണ്ടിയിൽ സ്ക്രാച്ചോ ഡെന്റോ കാണുന്നത് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിനു മുൻപേ വാഹനം അകത്തുനിന്നും പുറത്തുനിന്നും വൃത്തിയാക്കും. നല്ലതും വൃത്തിയുള്ളതുമായ വാഹനം കണ്ട് കസ്റ്റമേഴ്സിന് സന്തോഷമാകും. അവർ നല്ല റേറ്റിംഗ് നൽകാനുള്ള സാധ്യതകൾ കൂടും. നന്നായി പരിചരിക്കുന്ന വണ്ടിയുടെ ആയുസ്സും കൂടും. അങ്ങനെ നമുക്ക് കൂടുതൽ ലാഭവും ലഭിക്കും. ആ, വൃത്തിയൊക്കെ ഞാനും ആക്കുന്നുണ്ട്. പക്ഷേ താങ്കളുടെ വണ്ടിയിൽ മാത്രം എപ്പോഴും നല്ലൊരു സുഗന്ധമുണ്ടല്ലോ. ശരിയാണ് സുഹൃത്തെ, ഞാൻ അകത്ത് വൃത്തിയാക്കുന്നതിനു പുറമെ വാഹനത്തിൽ കാർ പെർഫ്യൂം കൂടെ വെക്കാറുണ്ട്. കസ്റ്റമേഴ്സിനെ പിക്കു ചെയ്യുന്നതിന് മുൻപ് AC ഓൺ ആക്കും. വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായ വാഹനം കണ്ട് എന്റെ കസ്റ്റമേഴ്സിന് സന്തോഷമാകും. നാം സ്വന്തം ബിസിനസിന്റെ ഉടമസ്ഥന്മാരാണ്. ഞാൻ സ്വയവും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് കസ്റ്റമേഴ്സിനോട് നന്നായി പെരുമാറും. എന്റെ നല്ല പെരുമാറ്റം കാരണം അവർ എന്നോടൊത്തുള്ള ട്രിപ്പിൽ ആനന്ദിക്കുന്നു. അങ്ങനെ അവരുടെ സുരക്ഷിതവും നല്ലതുമായ അനുഭവം കൊണ്ട് അവർ എനിക്ക് നല്ല റേറ്റിംഗ് നൽകുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ് രാജേട്ടാ. ഒരിക്കൽ ഒരു കസ്റ്റമർ എന്റെ വണ്ടിയിലെ അഴുക്ക് കണ്ട് വല്ലാതെ പരിഭ്രമിക്കുന്നത് ഞാൻ കണ്ടതാണ്. അതുമാത്രമല്ല, അദ്ദേഹം എന്നോട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു. ശരി അബ്ദുൾ, നിങ്ങൾ വണ്ടിയെ നന്നായി സൂക്ഷിക്കണം. സമയത്തിനു തന്നെ ഡെന്റുകളും സ്ക്രാച്ചുകളും നീക്കം ചെയ്യണം. വണ്ടിയിൽ മുൻപിലും പുറകിലും സീറ്റ് ബെൽറ്റ് ഉണ്ടാവണം. ബെൽറ്റ് എപ്പോഴും ധരിക്കുകയും വേണം. കൂടാതെ കസ്റ്റമേഴ്സിനോടും ധരിക്കാൻ ആവശ്യപ്പെടണം. ഇതിനാൽ രണ്ടുപേരും സുരക്ഷിതരായിരിക്കും. ഒരു ദിവസം മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്ത് ഞാൻ കടന്നുപോയിരുന്നു. അന്ന് കസ്റ്റമർ എന്നോട് വല്ലാത്ത ദേഷ്യം വന്നു. അബ്ദുൾ, അത് വളരെ തെറ്റായ കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ട്രാഫിക് നിയമങ്ങളെ അനുസരിക്കണം. വാഹനം ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും ഫോൺ ഉപയോഗിക്കരുത്. നിനക്കറിഞ്ഞുകൂടെ, കസ്റ്റമർ കംപ്ലൈന്റ് ചെയ്താൽ നിന്റെ അക്കൗണ്ട് റദ്ദ് ചെയ്തേക്കുമെന്ന്. ആ, അതെ രാജേട്ടാ, ഇനി ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കാം. നമ്മളുടെ ജീവിതമാർഗമല്ലേ ഈ വണ്ടി. ഞാൻ സ്വയവും എന്റെ വാഹനത്തെയും വൃത്തിയായി സൂക്ഷിക്കും. കൂടാതെ കസ്റ്റമറുമായി നല്ല പെരുമാറ്റവും നടത്തും. മാത്രമല്ല, ട്രാഫിക് നിയമങ്ങളെയും ഞാൻ അനുസരിക്കും. വളരെ നല്ല കാര്യം അബ്ദുൾ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. വരൂ, നമുക്കൊരുമിച്ച് നിന്റെ വണ്ടി വൃത്തിയാക്കാം. പിന്നീട് ഡ്യൂട്ടിക്ക് പോകാം. പ്രിയ ഊബർ പാർട്ട്ണർ, നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകാൻ ശരിക്കും തയ്യാറാണോ? ഇത് മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വേഷം ശരിക്കും വൃത്തിയുള്ളത് ആണ്. വാഹനത്തിൽ ബീഡി, സിഗരറ്റ് അങ്ങനെ ഒരു ദുർഗന്ധവും ഇല്ല. ഉണ്ടെങ്കിൽ കാർ പെർഫ്യൂം ഉപയോഗിക്കാൻ മറക്കരുത്. ഓർക്കുക, വാഹനത്തിന്റെ സീറ്റിലുള്ള പാടുകളോ ചെളിയോ നിങ്ങൾക്കെതിരെ പരാതി നൽകാനുള്ള കാരണം ആയേക്കാം. കൂടാതെ നിങ്ങളുടെ റേറ്റിംഗും കുറഞ്ഞേക്കാം. എപ്പോഴും കസ്റ്റമർ കയറുന്നതിന് മുമ്പ് തന്നെ AC ഓൺ ആക്കി വെക്കുക. നിങ്ങളുടെ വാഹനത്തിൽ ആവശ്യത്തിന് ഡീസൽ, CNG, പെട്രോൾ ഉണ്ടെന്ന് ഓൺലൈൻ പോകുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തുക. വാഹനത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം അത് ശരിയാക്കണം. അങ്ങനെ കസ്റ്റമർ നിങ്ങൾക്ക് 5 നക്ഷത്രങ്ങൾ നൽകാൻ നിർബന്ധിതനാവും. സമയത്തിന് വണ്ടിയുടെ സർവീസിംഗ് ചെയ്യുക. വാഹനം എത്ര കൂടുതൽ ഓടുന്നോ നിങ്ങൾക്ക് അത്രയും ലാഭം ലഭിക്കും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ നല്ല വണ്ടിയും നല്ല പെരുമാറ്റവും കസ്റ്റമറിനെ എപ്പോഴും സന്തോഷവാനാക്കും. അങ്ങനെ നിങ്ങൾക്ക് പ്രശംസ ലഭിക്കും. കൂടാതെ നിങ്ങളുടെ വരുമാനവും കൂടും.